അയ്യ വണക്കം. ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ത് മാങ്ങാത്തുലിയാണെന്നാണ് പറഞ്ഞത്? വിദ്യാർത്ഥി പ്രക്ഷോഭം. ശരി, ആ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്? സംവരണത്തിന് വേണ്ടി. ന്യായമായ ആവശ്യമാണെന്നാണ് ഇവിടെയുള്ള മീഡിയ ഫണ്ട് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു വരുത്തിയത്. പോരാത്തതിന് ഒരു ഏകാധിപതിയുടെ പതനമാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് അടുപ്പുകൂട്ട് ചർച്ചയിൽ ഈ വേട്ടാവളിയന്മാർ പറഞ്ഞു വരുത്തിയത്. അതും ഓക്കെ, ഏകാധിപതി പതിച്ചു, വലിയ രീതിയിൽ സംവരണ പ്രക്ഷോഭം അവിടെ നടന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ഫണ്ടമെന്റലിസ്റ്റുകൾ അവിടെ ഭരണം പിടിക്കാനായിട്ട് പോകുന്നു. പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായിട്ടുള്ള ഇന്ത്യയെ ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മറ്റ് രാജ്യങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സർക്കാർ അവിടെ വരുന്നു. നിങ്ങൾക്ക് സന്തോഷമായി, അതെനിക്ക് മനസ്സിലായി. കാരണം നിങ്ങളുടെ ഉദ്ദേശം അതാണല്ലോ. നിന്നെയൊക്കെ ഒരിക്കൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നീയൊക്കെ ഈ വിഷം അതിനകത്തിൽ നിന്ന് പറയണത് കൊണ്ടാണ് നിന്നെയൊക്കെ കേന്ദ്ര സർക്കാർ ഒരിക്കൽ നിരോധിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നീയൊക്കെ സുപ്രീം കോടതിയിൽ പോയി ആ നിരോധനം നീക്കി. ഇനി അതുപോലെ നീക്കാൻ പറ്റുമെന്ന് എൻ്റെ പൊന്ന് ജമാഅത്തെ ഉടായിപ്പുകളെ നീ ഒന്നും വിചാരിക്കേണ്ട. ഇനി പറയാൻ പോകുന്നത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതമൗലിക സംഘടന, വിഷം വമിക്കുന്ന സംഘടന, അതായത് ന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിലും കൊന്നൊടുക്കി ആറാടണം എന്ന് വിചാരിക്കുന്ന സംഘടന ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദു ന്യൂനപക്ഷങ്ങൾ അവിടെ വേട്ടയാടപ്പെടുകയാണ് എന്നുള്ള വാർത്തകൾ കണ്ടോ? വാർത്തകളൊക്കെ കണ്ടു കാണും. ആ മീഡിയ ഫണ്ട് എന്ന് പറഞ്ഞ ചാനലിൽ തന്നെ ബംഗ്ലാദേശിലെ ഡിഫി അവന്മാർക്ക് വലിയ രീതിയിലുള്ള, അതായത് അവിടെ ആക്രമിക്കപ്പെടുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത നീയൊക്കെ അടിച്ചും കാണും. ബംഗ്ലാദേശിലെ ഡിഫി അവിടെ ഭയങ്കര രീതിയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കൊക്കെ കാവൽ നിൽക്കുന്നു. ശരി, കാവൽ നിൽക്കുന്നതൊക്കെ, അതെന്തിനാ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്? സംവരണ പ്രക്ഷോഭമാണല്ലോ നടന്നത്, സംവരണമായിരുന്നല്ലോ നിങ്ങളുടെ ആവശ്യം. പിന്നെ എന്തിനാണ് ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ നിങ്ങൾ വലിയ രീതിയിൽ അവിടെ ആക്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നില്ലേ? ഇനി ധ്രുവ് റാഠി എന്ന് പറയുന്ന വേട്ടാവളിയനോടാണ് ചോദ്യം. ധ്രുവ് റാഠി എന്ന് പറയുന്ന വേട്ടാവളിയൻ കുറച്ച് നാൾ മുമ്പേ ബംഗ്ലാദേശിനെ പുകഴ്ത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള ജർമ്മൻ ഷെപ്പേർഡാണ്. ഈ ബംഗ്ലാദേശിലുള്ള ഈ ജർമ്മൻ ഷെപ്പേർഡിന്റെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. അതായത് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു വിരുദ്ധ ഭരണകൂടം വരണം. ആ ഹിന്ദു വിരുദ്ധ ഭരണകൂടം വരുമ്പോൾ എല്ലാവരും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുമല്ലോ. ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ധ്രുവ് റാഠിയുടെ വീഡിയോ വിശ്വസിക്കുന്ന പാവപ്പെട്ട ടീനേജ് പിള്ളേർ ഇവനെ സപ്പോർട്ട് ചെയ്യും. അവന്മാർക്ക് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ അതിന്റെ ഉള്ളുകളികൾ എന്താണെന്നോ യഥാർത്ഥത്തിൽ അറിയില്ല. ഈ ഇൻസ്റ്റാഗ്രാം ഓളുകളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ടീമാണ്. ഇവന്മാർ ധ്രുവ് റാഠിയെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള അജണ്ട ഇവരുടെ മനസ്സിലോട്ട് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ധ്രുവ് റാഠി പറയുന്നത് ബംഗ്ലാദേശ് ഒരു മാതൃകയാണ്. ബംഗ്ലാദേശ് മാതൃകയാകുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്തിൽ, അതായത് ഇന്ത്യയിൽ ഹെയ്ട്രഡാണ് ഉയർന്നു പോകുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാനിപ്പോൾ മരത്തിൻ്റെ മണ്ടേ വലിഞ്ഞു കയറും എന്നാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സന്തോഷം കൊണ്ട് അവന്മാർക്ക് ഇരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീനയുടെ ഷഡ്ഡി വരെ അവന്മാർ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. ബംഗ്ലാദേശ് നാണം കെട്ട് നാറ് നിൽക്കുകയാണ്. ഇതാണ് അവിടുത്തെ സന്തോഷം. ഷേഖ് ഹസീനയുടെ അടിവസ്ത്രം വരെ അടിച്ചുകൊണ്ട് പോയിട്ട് ബംഗ്ലാദേശിലുള്ള ഒരു സുഡാപ്പി പറയാണ് ഞാൻ ഇതിൻ്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കുമെന്ന്. അത്രയ്ക്ക് ഹാപ്പിനെസ് കൊണ്ട് പൊന്തി, അതായത് അത്രയ്ക്ക് ഹാപ്പിനെസ് കൊണ്ട് അങ്ങ് ഉള്ളത്തിൽ അങ്ങ് പൊന്തി നൊരഞ്ഞു വരികയാണ് ഹാപ്പിനെസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കാര്യം ധ്രുവ് റാഠി പറഞ്ഞത് കറക്റ്റാണ്. ഇന്ത്യയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 144. ബംഗ്ലാദേശ് ഇന്ത്യയെക്കാട്ടിലും ഫാർ ബെറ്റർ ആണെന്നാണ് ഈ വേട്ടാവളിയൻ പറഞ്ഞു വരുത്തിയത്. ഇനി ഇന്ത്യയുടെ പീസ് ഇൻഡെക്സ്, അതായത് ഇന്ത്യയിലെ സമാധാനം, ജനങ്ങൾ ഇവിടെ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. ജനങ്ങൾ ഇന്ത്യയിൽ സമാധാനത്തോടെ ഒന്നും ജീവിക്കുന്നില്ല. ജനങ്ങളെ ഇവിടെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. പോരാത്തതിന് ജനങ്ങളെ മുഴുവൻ ചവിട്ടി മെതിക്കുകയാണ്. പക്ഷേ ബംഗ്ലാദേശിലേക്ക് നോക്കൂ. ബംഗ്ലാദേശിലെ പീസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 93ആണ്. ഇന്ത്യയുടേത് 114. ഇനി യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് നോക്കൂ. അവിടെ 30 താഴെയാണ് പീസ് ഇൻഡെക്സ്. ഇന്ത്യയുടെ 114ആണ്. ബ്രിട്ടൻ ആണെങ്കിൽ കത്തി എല്ലുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെ നിന്ന് കെട്ടും കെട്ടി ബ്രിട്ടൻ UK എന്ന് പറഞ്ഞ പോകുന്ന വെട്ടാവളിയന്മാരോട് ചൂട് ഗാർഡാവാൻ പോവുകയാണ്. അവിടെ ഒരു സംശയം വേണ്ട, ചൂട് ഗാർഡാവാൻ പോവുകയാണ്. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്നാണ് പല ആൾക്കാരും ബ്രിട്ടനെ കുറിച്ച് പറയുന്നത്. കാരണം ഒന്നും നോക്കണ്ട, ബ്രിട്ടൻ എന്നല്ല, യൂറോപ്പ് എന്ന് പറഞ്ഞ ഭൂഖണ്ഡം തന്നെ ചൂട് കാടാവാൻ പോവുകയാണ്. ഇവന്മാർ, അതായത് ഇത്തരത്തിലുള്ള തീവ്രപക്ഷ ഇസ്ലാമിസ്റ്റുകളെ വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ ഇനി ലോകത്ത് വളർന്നു വരാനുള്ളൂ. അത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുന്ന സെക്യുലർ രാജ്യമാണ്. ഇവിടെ 100 കോടി ഹൈന്ദവരുള്ളത് കൊണ്ടാണ് അത് ഇപ്പോഴും സെക്യുലറായി നിൽക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിനക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. പിന്നെ അത് പറയുമ്പോൾ പറയും അയ്യോ ദോ വർഗീയത പറയുന്നതെന്ന്. വർഗീയത അവൻ്റെ. ഇനി എന്തായിരുന്നാലും വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണ്. ഹിന്ദുക്കൾ അവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു പോപ്പുലേഷൻ അത് രാജ്യത്തിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് എത്രയായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കണം. രാജ്യത്തിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് 1971
22% ബംഗ്ലാദേശിൻ്റെ ഹിന്ദു പോപ്പുലേഷൻ. ഇവിടെയുള്ള മൊട്ടയൊക്കെ കേൾക്കാനാണ് പറയണത്. നീയൊക്കെ വലിയ മറ്റേ ബഹായിയുടെ റിപ്പോർട്ടും UN-ന്റെ റിപ്പോർട്ടും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുമല്ലോ, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യുന്നു. 22% 1971 ബംഗ്ലാദേശിൻ്റെ പോപ്പുലേഷൻ ഇപ്പോൾ അവിടെ 7.5%. എന്നാൽ അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ പോപ്പുലേഷൻ ഉണ്ടല്ലോ, മുസ്ലിം പോപ്പുലേഷൻ ബംഗ്ലാദേശിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് 76%. ഈ 76% മുസ്ലിം പോപ്പുലേഷൻ ഇപ്പോൾ 91%. നമുക്ക് സന്തോഷമായി എന്നായിരിക്കും നീയൊക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുകയാണ്, കൊള്ളയടിക്കപ്പെടുകയാണ്. പക്ഷേ അവിടെ നടന്ന എന്താണ്? വിദ്യാർത്ഥി പ്രക്ഷോഭം. ഇവിടെയുള്ള സുഡാപ്പികൾക്കെല്ലാം സന്തോഷം. അയ്യോ, ബംഗ്ലാദേശ് ഇതാ മതമൗലികവാദികൾ കയ്യേറി, ഞമ്മൻ്റെ ആൾക്കാരില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ യവന്മാരാണ് പാലസ്തീനിൽ ഇസ്രായേലിൽ ബോംബിടുമ്പം ഇവിടെ കടന്ന് ബേളം വയ്ക്കുന്നത്, നമ്മുടെ ആൾക്കാരെ കൊല്ലുന്നതെന്ന്. അതേസമയം ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മരിച്ചു വീഴുമ്പോൾ കണ്ടില്ല എന്നടിക്കുകയാണ്, കണ്ണടച്ചിരിക്കുകയാണ്. യവന്മാരെയൊക്കെ പാള ചന്തയിൽ വെച്ച് കെട്ടേണ്ട കേസാണിത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ ഖുൽദ ഡിവിഷനിൽ മെഹപ്പൂരിൽ ഇസ്കോൺ ടെമ്പിൾ അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇസ്കോൺ ടെമ്പിൾ അവിടെ ആക്രമിക്കപ്പെടുന്നത്. ഇസ്കോൺ ടെമ്പിൾ അവിടെ ആക്രമിക്കപ്പെടുന്നത് 2022 150 പേരടങ്ങുന്ന സംഘം ഇസ്കോൺ ടെമ്പിൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. 150 പേരടങ്ങുന്ന ഹാജി ഷാഫിയുള്ളയുടെ നേതൃത്വത്തിൽ അത് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഷേഖ് ഹസീന എന്ന് പറയുന്ന അവിടെയുള്ള ഭരണാധികാരിയുണ്ട്. ആ സമയത്ത് അവിടെ ഷേഖ് ഹസീന ഉണ്ടപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു ധൈര്യമായിരുന്നു. കാരണം ഷേഖ് ഹസീന എന്ന് പറഞ്ഞ ഭരണാധികാരി എപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് അങ്ങനെയല്ല, ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള എടുക്കണം. ഇവിടെ ഞമ്മൻ്റെ ആൾക്കാരാണല്ലോ നമുക്ക് വലുത്, അതുകൊണ്ട് ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് എടുക്കണം. പാകിസ്ഥാനൊക്കെ ഇരച്ചു കയറി വരണം, ചൈനയൊക്കെ ഇന്ത്യ അടിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ന്യൂക്ലിയർ ബോംബെങ്കിലും വിടണം, അത് ഡൽഹി തന്നെ ഇടണം. അതാണ് നമ്മുടെയൊക്കെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ യുവന്മാരെയൊക്കെ ബാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്? ഇവന്മാരെ ഉള്ളിലിരിപ്പതാണ്. ഇവന്മാർ പറയുന്നതിൻ്റെ അടിയിൽ ഷുഗർ കോട്ട് ചെയ്ത് പറയുന്നതിൻ്റെ അന്തരാർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇടണം, അത് നമുക്കൊരു വലിയ സംഭവമാണ്. ഈ ചൈന കൂടെ ബംഗ്ലാദേശിൻ്റെ കൂടെ കയറണം. ഇപ്പം ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം ചൈന എടുത്തല്ലോ, അതിൻ്റെ പിറകിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ലക്ഷദ്വീപിൽ അങ്ങോട്ട് പ്രഫുൽ ഖോഡ പട്ടേലിനെ പറഞ്ഞു വിട്ടപ്പോൾ ഇവന്മാർ ഇവിടെ കിടന്ന് ബഹളം വെച്ചു. അജണ്ട, പച്ചയായിട്ടുള്ള അജണ്ട. അതായത് ഹമ്പൻതോട്ട തുറമുഖത്തിൽ അവിടെ ചൈന വന്നിട്ട് ചാരക്കപ്പൽ കൊണ്ടിറക്കും. ചൈന വന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു മിസൈൽ റോക്കറ്റ് ലോഞ്ചർ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ തിരുവനന്തപുരം കന്യാകുമാരിയിലോട്ടാണ് വന്ന് വീഴാൻ പോണത്. അങ്ങനെയാണ് വരുന്നത്. ഞമ്മൻ്റെ ആൾക്കാർ അങ്ങ് കോഴിക്കോട് അങ്ങ് മറ്റേ മീഡിയ ഫണ്ടിൻ്റെയൊക്കെ അവിടെയാണല്ലോ, അവിടെ നമുക്കൊരു കുഴപ്പമില്ല, നേരെ തിരുവനന്തപുരത്തോട്ട് വന്ന് വീഴും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നരേന്ദ്രമോദി എന്ത് ചെയ്തു? ലക്ഷദ്വീപിനെ ഒരു നേവൽ ബേസ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തി. അവിടെ പ്രഫുൽ ഖോഡ പട്ടേലിനെ കൊണ്ടിറക്കിയപ്പോൾ യുവന്മാരുടെ മറ്റേ അജണ്ടയുള്ള ഒരു താണ്ഡവൻ താത്തയൊക്കെ ഉണ്ട് അവിടെ. ഇവളൊക്കെ പറഞ്ഞ് പരത്തിയത് അവിടെ വന്നപ്പോൾ, അവിടെ പ്രഫുൽ ഖോഡ പട്ടേൽ വന്നപ്പോൾ ഇതോ നമ്മൾ അജണ്ട നടപ്പിലാക്കാൻ പറ്റുകയാണ്, ഇനി നമുക്ക് ബീഫ് തിന്നാൻ പറ്റൂല എന്നാണ് പറയുന്നത്. തിന്നണ്ടടാ, നീ ഒന്നും ബീഫ് തിന്നണ്ട. ബീഫ് തിന്നാൻ കേന്ദ്രം എന്താണോ പറയുന്നത്, രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി. ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും രാജ്യസുരക്ഷയ്ക്കും വേണ്ടി പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ തന്നെയാണ് പറയുന്നത്. യവന്മാരാണ് അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെ. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആൾക്കാർ ഇവിടെയും ഉണ്ട്. ഉമാരെയൊക്കെ നിരോധിച്ച് എല്ലാ എണ്ണത്തിനെ എടുത്തടിച്ച് നേരെ ആ തീഹാറി കൊണ്ടിരണം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആൾക്കാരുണ്ട്, അവർക്ക് പത്രമുണ്ട്, അവർക്ക് ചാനലുണ്ട്, അവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ കീഴിൽ ഡയറക്ടർമാരുണ്ട്. ഈ ടീനേജ് പിള്ളേരെ സ്വാധീനിക്കാനായിട്ട് അവന്മാർ സിനിമകൾ ഇറക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പടച്ചുവിടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ പെടുന്ന വ്യക്തിയാണ് ഇവൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഇന്നുകൊണ്ട് പറയുന്നത് പ്രഫുൽ ഖോഡ പട്ടേലിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതേ, പ്രഫുൽ ഖോഡ പട്ടേലിനെ പിരിച്ചു വിടണം, മറ്റതാണ് മറിച്ചതാണ്, അതിനെ കൂടെ പിടിക്കാൻ കുറേ വേട്ടാവളിയന്മാർ വേറെ സിനിമാക്കാരന്മാരെല്ലാം. അതേസമയം ലക്ഷദ്വീപിന് മാലിദ്വീപ് അപമാനിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാരല്ലേ, അയ്യോ പാവം, അയ്യോ നമുക്കൊരു കുഴപ്പമില്ല. കാരണം മാലിദ്വീപ് ലക്ഷദ്വീപിനെ മാത്രമല്ലല്ലോ അപമാനിച്ചത്, നരേന്ദ്രമോദിയെ കൂടെയാണല്ലോ അപമാനിച്ചത്, നമുക്കൊരു കുഴപ്പമില്ല, ഇന്ത്യക്കെതിരെയാണല്ലോ പറയുന്നത് എന്നുള്ള രീതിയിൽ ഉമാരി നിലപാടെടുത്തു. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ പച്ചയ്ക്ക് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ മറ്റൊക്കെ തലേ കയറിയിരുന്ന് നിരങ്ങും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മണിപ്പൂർ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കി. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സഖ്യ സർക്കാരാണ് വന്നിരിക്കുന്നത്. സഖ്യ സർക്കാർ എന്തിനാണ് ഇന്ത്യയിൽ വരുന്നതെന്ന് അറിയാം. ഈ സഖ്യ സർക്കാരാണ് പണ്ട് കോൺഗ്രസിൻ്റെ കാലത്തൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ എരണം വവുക്കാതെ പോയത്. ഇന്ത്യക്ക് 1947 എങ്ങനെയാണോ ഇന്ത്യ ഇരുന്നത് അതുപോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. തിരുവനന്തപുരത്തൊക്കെ വന്ന് നോക്കി അറിയാൻ പറ്റും. രാജഭരണകാലത്തുണ്ടായ ഡ്രെയിനേജ് സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ആമേഴഞ്ചാം തോട്. അതുകൊണ്ടാണ് അവിടെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഒലിച്ചു പോകുന്നത്. ഒരു തരത്തിലുള്ള വികസനവും. അതുകൊണ്ടാണ് എരണം വകുക്കാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഒരു സഖ്യ സർക്കാരിന് പുറമെ ശക്തമായിട്ടുള്ള ഒരു സർക്കാർ ഇവിടെ വരുന്നത് ഇവന്മാർക്കൊന്നും ഇഷ്ടമല്ല. ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ പവർ ആകുന്ന ഇവന്മാർക്ക് ഇഷ്ടമല്ല. കാരണം ചൈന ഒരു പൊളിറ്റിക്കൽ പവർ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ചൈനയിൽ ഏകാധിപത്യമാണല്ലോ. ഷീ ജിൻപിങ്ങിനെ ഒരു വെടിയുണ്ടേ തീർക്കുക എന്നുള്ളതില്ല. അവർ പോയി കഴിഞ്ഞാൽ ചൈന ഒരു കുഴപ്പമില്ല, ചൈന തകർന്നോളും എന്ന് അവർക്കറിയാം. പിന്നെ ഒരു ഏകാധിപതി വളർന്നു വരണം. ആ ഏകാധിപതി മണ്ടനാണെങ്കിൽ തീർന്നു. പക്ഷേ ജനാധിപത്യം അങ്ങനെയല്ല. ജനാധിപത്യത്തിൽ ശക്തനായിട്ടുള്ള ആൾക്കാരെ നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരാൾ മണ്ടനാണെങ്കിൽ നമ്മൾ ഉടനെ താഴെ ഇറക്കിയിട്ട് അടുത്ത ആളെ കയറ്റും. അയാൾ നല്ലപോലെ ഭരിക്കുകയാണെങ്കിൽ കൊള്ളാം, കയറിക്കോ എന്ന് പറയും, വീണ്ടും കയറിക്കോ എന്ന് പറയും. അങ്ങനെയാണ് ജനാധിപത്യ സംവിധാനം. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് വളർന്നു വന്ന അവർക്ക് വലിയ ക്ഷീണമാണ്. പലതരം 140 കോടി ജനങ്ങളുണ്ട്. യവന്മാർക്ക് അവിടെ നിന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടിറക്കണം, ഷായിപ്പിൻ്റെ ഉച്ചിഷ്ടം, അതൊക്കെയാണ് ഇവിടെ കിടന്ന് തിന്നുന്നത്. അതൊക്കെ ഇവിടെ എടുത്ത് നക്കിയിട്ട് പല അസുഖങ്ങൾ
വരുമ്പോൾ സായിപ്പ് തന്നെ അവിടെ നിന്ന് മറ്റേ മരുന്നും കൊണ്ടിറക്കും. അങ്ങനെ മരുന്നും കൊണ്ടിറക്കുമ്പോൾ സാഹിബിന് വലിയ കച്ചവടം നടക്കും. ഇവിടെ ഉള്ള ആൾക്കാർ വന്നിട്ട് പറയും ഇനി ഇത് കൊണ്ടുവരേണ്ട, ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റ് ക്വാളിറ്റി കഴിക്കാനുള്ളതായിരുന്നാലും കിടക്കാനുള്ളതായിരുന്നാലും ഇരിക്കാനുള്ളതായിരുന്നാലും നിൽക്കാനുള്ളതായിരുന്നാലും ഫസ്റ്റ് ക്വാളിറ്റി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. പോരാത്തതിന് ഇന്ത്യയൊക്കെ ഇടപാടുണ്ടല്ലോ, ഇവിടെ ഇന്ത്യയിലെ ആൾക്കാർ ഗിനിപ്പന്നികളെ പോലെ ഈ മരുന്നൊക്കെ പരീക്ഷിക്കുന്നത്, അതൊന്നും ഇവിടെ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുരുക്ക് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾക്കുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ ആ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയത് അത് അറിയാനായിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്നത് അടുത്തതായിട്ട് ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഹിന്ദുക്കൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒഫീഷ്യൽ എക്സ് ഹാൻഡിലുകൾ വഴി. പോരാത്തതിന് ഹിന്ദു അവാമി ലീഗ് എന്ന് പറഞ്ഞ ലീഗുണ്ട്, അതിൻ്റെ നേതാവായിട്ടുള്ള ഹരാധൻ റോയ് എന്ന് പറയുന്ന ആളെ കൊന്നു കെട്ടിത്തൂക്കി, അയാളുടെ അനന്തരവനെയും കൊന്നു. പോരാത്തതിന് 13 ഹിന്ദു വീടുകൾ തകർത്തു, 3 ഹിന്ദു ടെമ്പിളുകൾ അതായത് ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കി. ബംഗ്ലാദേശി ഇസ്ലാമി ഛാത്ര ബിൽ എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണ് ഇത് പുറത്തു വന്നത്. അതുവരെ ഇത് പുറത്തു വന്നിരുന്നില്ല. ആ ഗ്രൂപ്പിലൂടെ പുറത്തു വന്നപ്പോൾ നാട് നടുങ്ങി. ഇന്ത്യ അടക്കം ഇത് വലിയ ഗൗരവത്തിലാണ് കാണുന്നത്. പോരാത്തതിന് സഞ്ജീവ് സന്യാൽ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞത് നേരത്തെ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയിലുള്ള സാമ്പത്തിക ഉപദേശക സമിതിയിലുള്ള ആളാണ് ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ് വലിയ രീതിയിലുള്ള നടുക്കം എനിക്കിത് രേഖപ്പെടുത്തേണ്ടി വരികയാണ്, കാരണം ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയാകുകയാണ് എന്ന് പറയുന്നു. ഹിന്ദുക്കൾ മാത്രമല്ല, പ്രാഥമികമായിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ, ഒന്നും അറിയാത്ത മുസ്ലിങ്ങൾ, ഈ മത നേതൃത്വത്തിൻ്റെയും ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വിഷങ്ങളുടെയൊക്കെ വാക്കുകൾ കേട്ട് നിഷ്കളങ്കരായി ഇതിന് ഇറങ്ങി തിരിച്ച മുസ്ലിങ്ങൾ, അവരാണ് ആദ്യത്തെ ടാർഗറ്റ്. അവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ അവിടെ അത് പറയുന്നുണ്ട് എന്ന് ബീയിങ് ഹിന്ദു ഇൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ദീപ് ധൻകർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയണമെന്നും ദീപ് ധൻകർ പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. 1 കോടി ബംഗ്ലാദേശി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് CAA ഒക്കെ കൊണ്ടുവന്നത്. ഇപ്പം മനസ്സിലായോ? ഇവിടെ കിടന്ന് വലിയ രീതിയിൽ ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ബംഗ്ലാദേശി ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നാൽ അവരെ കയറ്റാൻ തന്നെയാണ് CAA കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം മമതാ ബാനർജിയുടെ വായിൽ എന്തോന്നാണ് മമതാ ബാനർജി പറയുന്നത്? നേരത്തെ മമതാ ബാനർജി പറഞ്ഞല്ലോ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ അഭയം കൊടുക്കുമെന്ന്. അപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ മമതാ ബാനർജി മിണ്ടാതിരിക്കുന്നു. രാഹുൽ ഗാന്ധി കാണാനേ ഇല്ല. രാഹുൽ ഗാന്ധി സർവകക്ഷി യോഗത്തിൽ ചെന്നിരുന്നിട്ട് പറയുന്നു കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും നമ്മൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിനെല്ലാം നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചോളാം എന്ന് പറയുകയാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവന്മാർക്ക് മനസ്സിലായി. കുറേ കേസുകളുണ്ട്, എല്ലാം വരും പിറകെ എന്ന് മനസ്സിലാക്കിയില്ല നല്ലത്. അപ്പോൾ കിടന്ന് ഫാസിസം എന്ന് പറയുന്നത്, ഫാസിസം ആണെങ്കിൽ ഫാസിസം തന്നെയാണെന്ന് അങ്ങ് വെച്ചോ. അതായത് ചെയ്ത് കൂട്ടിയെല്ലാം കണക്ക് പറയേണ്ടി വരുമ്പോഴേ അതും ഫാസിസം വരുന്നത്, നാസിസം വരുന്നത്, മുസോളിനിസം വരുന്നത് എന്ന് പറഞ്ഞ കാര്യമില്ല. കൃത്യമായിട്ടുള്ള നിയമ സംവിധാനത്തിനകത്ത് മണിച്ചിത്രത്താഴിൻ്റെ പൂട്ടിട്ട് പൂട്ടും നിന്നേക്കാം. അതൊന്നും യാതൊരുവിധ തർക്കമില്ല മോനെ. നടന്നിരിക്കും എന്ന് പറഞ്ഞാൽ നടന്നിരിക്കും. ഇപ്പം പൂട്ടണമെങ്കിൽ ഇപ്പം പൂട്ടും മോദി, അതിനൊന്നും ഒരു പാടുമില്ല. പിന്നെ പൂട്ടാതെ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലൊരു മണ്ടനെ വേണം BJP എന്ന് പറയുന്ന പാർട്ടിയെ വളരണമെങ്കിൽ. അതുകൊണ്ടാണ് പൂട്ടാതെ നിൽക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. ഇനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ കാളി ക്ഷേത്രങ്ങളെല്ലാം അവിടെ അറ്റാക്ക് ചെയ്യുകയാണ്. ഹിന്ദുക്കളുടെ വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഹിന്ദുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 2022 ഞാൻ പറഞ്ഞു നേരത്തെ ഇതുപോലുള്ള അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ദീപ് ധൻകർ എന്ന് പറയുന്ന ആളുടെ കാര്യം പറഞ്ഞു, ബീയിങ് ഹിന്ദു ഇൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആളുടെ കാര്യം പറഞ്ഞു. നരേന്ദ്രമോദി യോഗം വിളിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള അറ്റാക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോഴാണ് ഇവിടെ ഇരുന്ന് ജമാഅത്തേക്കാരൊക്കെ സന്തോഷം, നമുക്ക് സന്തോഷമുള്ളൂ. പതനം എന്തായാലും പതനം നടന്നല്ലോ ഷേഖ് ഹസീന എന്ന് പറഞ്ഞ ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നപ്പോൾ 2024 ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ആൾക്കാർ പറഞ്ഞാൽ അവിടെ നടപടി എടുക്കുമല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നടപടിയില്ല, ഒന്നുമില്ല. ഇനി അവിടെ വരാൻ പോകുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും 7ാം കൂലികളായിട്ടുള്ള ബംഗ്ലാദേശി നാഷണൽ പാർട്ടി എന്ന് പറയും. സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ തന്നെ വേണം. പാകിസ്ഥാനും ചൈനയാണ് ഇനി ഭരിക്കാൻ പോകുന്നത്. അവർക്ക് അങ്ങനെ തന്നെ വേണം. പാകിസ്ഥാന്റെ ഗതി വരും, മാൽദീവ്സിന്റെ ഗതി വരും, എന്തിനു പറയുന്നു ശ്രീലങ്കയുടെ ഗതി വരും. അവിടെയുള്ള ജനങ്ങൾ 20 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഭൂമിയിൽ തന്നെ ഒരു നരകമുണ്ടെങ്കിൽ അത് ബംഗ്ലാദേശ് എന്നാണ് പല യുക്തിവാദികളും പറയുന്നത്. കാരണം 20 കോടി ജനങ്ങൾ ഒരു ഇട്ടാവട്ടത്തിങ്ങനെ കിടക്കുകയാണ്. ഒരു പൊട്ട് പോലെയാണ് ബംഗ്ലാദേശ് ഉള്ളത്, ഇന്ത്യയിലെ കഷത്തിൻ്റെ അടിയിൽ. അങ്ങനെയാണ് ബംഗ്ലാദേശ് ഇരിക്കുന്നത്. ഈ പുല്ല് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും തലവേദന. അവിടെ ഏത് ആൾക്കാർ വന്നാലും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് വലിയ തലവേദന ഉണ്ടാകുന്നത്. വേറെ എവിടെയെങ്കിലും പറഞ്ഞു പോയി അവിടെ ഇരുന്നില്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ലായിരുന്നു, ഇന്ത്യക്ക് ഇത്രയും തലവേദന വരില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ എപ്പോഴും ബംഗ്ലാദേശിൻ്റെ മേലൊരു കണ്ണു വയ്ക്കുന്നത്. ഇനി അവിടെ വരാൻ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് അവിടെ വരാനായിട്ട് പോകുന്നത്. അതിൻ്റെ ചർച്ചകളൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പാകിസ്ഥാനും ചൈനയും കൂടെ വലിയ രീതിയിൽ ലണ്ടനിലും സൗദിയിലും വെച്ച് ഗൂഢാലോചന നടത്തുകയാണ്
ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള അട്ടിമറി നടത്തിയത് എന്ന് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര, അതായത് ഇൻ്റലിജൻസ് വകുപ്പിനൊക്കെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇന്ത്യയും അത് കൃത്യമായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച് എല്ലാം ഇന്ത്യക്കും നേരത്തെ അറിയാമല്ലോ. പക്ഷേ ഇന്ത്യക്ക് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി കൈകടത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കൈകടത്താൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഷേഖ് ഹസീന ഇന്ത്യയിലോട്ട് വന്നതാണ് ഏറ്റവും രസം. 2 റഫാൽ വിമാനങ്ങൾ അങ്ങ് അജിത് ഡോവൽ അയച്ചു കൊടുത്തിട്ടാണ് ഷേഖ് ഹസീന ഇങ്ങോട്ടേക്ക് വന്നത്. അതറിയാമോ? റഫാൽ വിമാനങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഷേഖ് ഹസീന ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്, തട്ടിക്കളയാനായിരുന്നു പരിപാടി. നമ്മുടെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നതുപോലെ അവിടെയുള്ള ആ കൊണാണ്ടർമാർ, സുഡാപ്പികൾ തട്ടിക്കളയാനായിരുന്നു പരിപാടി ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഷേഖ് ഹസീന ഇങ്ങ് പറന്നിങ്ങ് വന്നതാണ്. അത് റഫാൽ, 2 റഫാലിൻ്റെ കഴുത്തിലിങ്ങ് വന്നതാണ്. 2 റഫാൽ മതി നമുക്കിവിടെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഇങ്ങോട്ട് കൊണ്ടുവരാൻ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഷേഖ് ഹസീന അവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു ധൈര്യമായിരുന്നു. ഇപ്പോൾ ഷേഖ് ഹസീന അവിടെ നിന്ന് പോയപ്പോൾ ഹസീന വീട്ടുതടങ്കലിലാക്കിയ രാഷ്ട്രീയ ശത്രുവുണ്ട്. പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ അധ്യക്ഷയായിട്ടുള്ള മുൻ പ്രധാനമന്ത്രിയുമായ ബീഗം ഖാലിദ സിയ എന്ന് പറയുന്ന അവരാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയാകാനായിട്ട് കുപ്പായം തെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ മോൻ പറഞ്ഞു, നിങ്ങൾ പ്രധാനമന്ത്രിയാവണ്ട ഞാനാവും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ പേര് താരിഖ് ഖാൻ എന്ന് പറഞ്ഞൊരു വേട്ടാവളിയൻ. എന്തിനു പറയുന്നു, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടിയ നേതാവായിട്ട് ഒരുത്തം ഉണ്ടായിരുന്നു. അവൻ്റെ പേര് മിർസയോ ഉറുസയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇവൻ്റെയൊക്കെ പേര് അന്വേഷിച്ച് വയ്ക്കില്ലല്ലോ നമ്മുടെ ജോലി. അങ്ങനെ ഒരു വേട്ടാവളി ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും കൂടിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. 2014 തൂക്കിക്കൊന്ന ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാവായിട്ടുള്ള മിർഖാസിം അലി, അതാണ് അവൻ്റെ പേര്. അവൻ്റെ പുത്രനും അഭിഭാഷകനും BNP നേതാവുമായ അഹമ്മദ് ബിൻ ഖാസിമിനെ, ഇവനൊക്കെ ജയിലിൽ കിടക്കുകയായിരുന്നു അവിടെ. ഇവനെയൊക്കെ മോചിപ്പിച്ചു. കാരണം ഇവനൊക്കെ ഫണ്ടമെന്റലിസ്റ്റുകളാണ്, ഇവനൊക്കെ മതമൗലികവാദികളാണ്, റിലീജിയസ് ഫനാറ്റിക്കുകളാണ്, അതായത് മതഭ്രാന്തന്മാരാണ്. ഇവന്മാരൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതിന് പുറകെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കും വലിയ രീതിയിൽ. ഇനി ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റാണ് ബംഗ്ലാദേശ് ഭരിക്കാനായിട്ട് പോകുന്നത്. ഇത് പറയുമ്പോൾ കുറേ വേട്ടാവളിയന്മാർ ഇവിടെ കിടന്ന് പറയും, ഓ നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോ ഡീപ് സ്റ്റേറ്റ് ഭരിക്കുമെന്ന്. ആ പറഞ്ഞടാ, എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് ഇന്നലെ ജോ ബൈഡൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞോളൂ, എന്ത് നിനക്ക് വല്ലതും ഉണ്ടോ എന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി അവിടെ ഭരണം വരുമ്പോൾ കാണാം. എന്തായാലും ഇന്ത്യ വിരുദ്ധ സർക്കാരായിരിക്കും വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇന്ത്യക്കുള്ള തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇന്ത്യ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത്ര വലിയ സൈനിക ശക്തിയാണ്. കുറച്ച് കഴിയുമ്പോൾ യവന്മാർ, അതായത് ചൈനയും കുയിനെയൊക്കെ അതിനകത്ത് കയറുമ്പം സ്ഥലം ഇങ്ങനെ മാന്തി തുടങ്ങും. ചൈന ഒരു സ്ഥലത്ത് നിന്ന്, പാകിസ്ഥാൻ്റെ കേസ് അറിയാമല്ലോ, അങ്ങനെ മാന്തി തുടങ്ങുമ്പം ശ്രീലങ്കയെ പോലെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുമ്പിൽ കൈനീട്ടിരിക്കും. ഇപ്പോൾ മാൽദീവ്സിൻ്റെ ഒരു വലിയ രീതിയിലുള്ള കടം ഇന്ത്യ അടച്ച് തീർത്തതേ ഉള്ളൂ. മാൽദീവ്സ് വീണ്ടും വന്ന് ഇങ്ങനെ തല ചൊറിഞ്ഞ് നിന്ന് ചൈനയുടെ അടുത്ത് പോയപ്പോൾ ചൈന പാലവും കീലോ ഒക്കെ പണിത് കൊടുത്തിട്ട് അവസാനം പൈസ ഇങ്ങോട്ട് ചോദിച്ചപ്പം യവന്മാർ പറഞ്ഞ് പൈസയില്ല, ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ ചൈന പറഞ്ഞ് കുറേ സ്ഥലം ഇങ്ങോട്ട് എടുക്കാൻ. അങ്ങനെ ഇന്ത്യയുടെ അടുത്ത് വന്ന് കൈനീട്ടി. ഇന്ത്യ കടമൊക്കെ അടച്ച്, പല കടങ്ങളുണ്ട്, അതിൽ പല കടങ്ങളൊക്കെ അടച്ച് തീർത്തപ്പോൾ മാൽദീവ്സ് ഇപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വന്ന് വിനീത വിധേയനായിട്ട് നിൽപ്പുണ്ട്. ബംഗ്ലാദേശും അതുപോലെ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അതിലൊന്നും യാതൊരുവിധ കാര്യമില്ല. പിന്നെ ഇന്ത്യയിൽ ഇതുപോലെ കലാപങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നല്ലോ, ഇന്ത്യ ഇതുപോലെ ആക്കാനായിട്ട് കർഷക സമരം, പൗരത്വ നിയമ ഭേദഗതി, എന്തിനാ അത് ഇതൊക്കെ നടക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരെണ്ണം കൊണ്ടുവരണം, ജാതി സെൻസസ് എന്ന് പറഞ്ഞ്. അതും ഇതുപോലെ ഇന്ത്യയിൽ കലാപം നടത്താനായിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് കത്തിക്കാൻ പറ്റും. ഞാൻ പറയട്ടെ, ഈ വിത്ത് ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഈ വിത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കും, മുളപ്പിക്കാൻ സമയമാകുമ്പോൾ ഈ വിത്ത് ഒരു ഘട്ടത്തിൽ മുളയ്ക്കും. അതായത് ഈ വിഷയങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ വൈറലാവും. നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയം വൈറലാവുന്നത് പോലെ, മുല്ലപ്പെരിയാർ വിഷയം എവിടെയെങ്കിലും ഉരുൾപൊട്ടിയാലോ മഴ കൂടുതൽ പെയ്താലോ പെട്ടെന്ന് വൈറലാവുമല്ലോ. അപ്പം സർക്കാരിന് വലിയ പ്രതിഷേധം, ജനങ്ങൾ ഇങ്ങനെ ഇറങ്ങും. അതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെ വൈറലാക്കാനായിട്ട് ഇവന്മാർക്ക് പറ്റും. അങ്ങനെ വൈറലാക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇന്ത്യയിലേക്ക് വരും. പക്ഷെ നടക്കില്ല മോനെ, നോട്ട് വാക്കിന് അടിച്ചൊതുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മനസ്സിലായല്ലോ? ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.